ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 11 വിശ്വരൂപം. ശ്ലോകം 44. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹമീശമീഢ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യുഃ പ്രിയപ്രിയായാർഹസി ദേവ സോഢും. വിവർത്തനം. സകല ജീവജാലങ്ങൾക്കും ആരാധ്യനായ ഭഗവാനെ, അങ്ങേ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. പ്രസാദിക്കേണമേ. മകൻ്റെ ധിക്കാരത്തെ അച്ഛനെന്ന പോലെ, സുഹൃത്ത് തൻ്റെ സുഹൃത്തിൻ്റെ അവിവേകത്തെ എന്ന പോലെ, ഭർത്താവ് ഭാര്യയുടെ പെരുമാറ്റത്തെ എന്ന പോലെ ഞാൻ അങ്ങയോട് ചെയ്തിരിക്കാവുന്ന പിഴകൾ അങ്ങ് ക്ഷമിക്കണമേ. ഭാവാർത്ഥം. കൃഷ്ണനും ഭക്തന്മാരുമായുള്ള ബന്ധം പല വിധത്തിലാണ്. ചിലർ കൃഷ്ണനെ സ്വന്തം മകനെപ്പോലെയും മറ്റു ചിലർ ഭർത്താവിനെയോ സുഹൃത്തിനെയോ യജമാനനെയോ പോലെയും കരുതി സ്നേഹിക്കുന്നു. കൃഷ്ണനും അർജുനനും സുഹൃത്തുക്കളാണ്. ഒരച്ഛനോ ആത്മമിത്രമോ ഭർത്താവോ ക്ഷമിക്കുന്നത് പോലെ ഭഗവാനും ഭക്തന്റെ തെറ്റിനെ പൊറുക്കും. ശ്ലോകം 45. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യതിഥം മനോമേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. വിവർത്തനം. മുമ്പ് കാണാത്ത ഈ വിശ്വരൂപം കണ്ടിട്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. അതേ സമയത്തു തന്നെ എൻ്റെ മനസ്സ് ഭയാകുലവുമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന് ആശ്രയമായ ദേവദേവ, വീണ്ടും മുമ്പുണ്ടായിരുന്ന രൂപം തന്നെ സ്വീകരിക്കുവാൻ കനിവുണ്ടാകണമേ. ഭാവാർത്ഥം. കൃഷ്ണന്റെ ഉറ്റമിത്രമെന്ന നിലയിൽ അർജുനന് അദ്ദേഹത്തിൽ ദൃഢവിശ്വാസമുണ്ട്. ഒരു സുഹൃത്തിൻ്റെ ഐശ്വര്യത്തിൽ സന്തോഷിക്കാത്തവരില്ല. തൻ്റെ സുഹൃത്തായ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്നും ആശ്ചര്യകരമായ വിശ്വരൂപത്തെ കാണിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടെന്നും മനസ്സിലാക്കിയ അർജുനൻ വളരെ സന്തുഷ്ടനായി. പിന്നീട് കലർപ്പില്ലാത്ത മൈത്രി ബന്ധത്താൽ തന്നെ എത്രയെത്ര തെറ്റുകൾ താൻ കൃഷ്ണനോട് ചെയ്തു പോയിരിക്കാമെന്നോർത്ത് അദ്ദേഹം ഭയാക്രാന്തനാകുന്നു. ഭയക്കേണ്ടുന്ന കാര്യമില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സ് ആകുലമായി തീർന്നു. അതുകൊണ്ടാണ് നാരായണ രൂപം കൈക്കൊള്ളുവാൻ കൃഷ്ണനോട് അപേക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് ഏത് രൂപവും എടുക്കാമല്ലോ. ഭൗതിക ലോകം ക്ഷണികമാണ്. അതുപോലെ ക്ഷണികമാണ് ഭൗതികമായ വിശ്വരൂപവും. എന്നാൽ വൈകുണ്ഠലോകത്തിൽ കൃഷ്ണന് ചതുർഭുജങ്ങളോടുകൂടിയ നാരായണ ആകൃതിയാണുള്ളത്. അതീന്ദ്രിയമാണ് ആ രൂപം. ആത്മീയ അന്തരീക്ഷത്തിൽ കണക്കറ്റ ഗ്രഹങ്ങളുണ്ട്. ഓരോന്നിലും വ്യത്യസ്ത നാമങ്ങളോടുകൂടി കൃഷ്ണന്റെ സമഗ്രമായ ആവിർഭാവങ്ങളുമുണ്ട്. ഓരോ ഗ്രഹത്തിലും നാരായണാകൃതി 4 ബാഹുക്കളോട് കൂടിയതത്രേ. പക്ഷേ ഓരോ കരങ്ങളിലുമുള്ള ശംഖചക്ര ഗദാപത്മങ്ങൾക്ക് സ്ഥാന വ്യത്യാസങ്ങൾ കാണപ്പെടും. ഇവയെ ഓരോന്നിനെയും വഹിക്കുന്നതേതേത് കൈ എന്നതനുസരിച്ച് അതാത് നാരായണാകൃതിക്ക് വെവ്വേറെ നാമധേയം നൽകി വരുന്നു. ഈ എല്ലാ രൂപങ്ങളും കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന്റെ ചതുർഭുജ നാരായണ രൂപം കാണണമെന്ന് അർജുനൻ ആഗ്രഹിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.